ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ്. പണം നൽകിയത് മാത്രമല്ല, പാലക്കാട്ട് ശോഭാ സുരേന്ദ്രനും BJPയും സ്ത്രീകൾക്ക് വ്യാപകമായ സാരിയും കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ തെളിവുകളെല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കണ്ണാടി പഞ്ചായത്തിൽ നോട്ടുകെട്ടുകളാണെങ്കിൽ പിരായിരി പഞ്ചായത്തിലാണ് BJP പ്രവർത്തകർ വോട്ടിന് സാരി നൽകിയിരിക്കുന്നത്. പിരായിരി പഞ്ചായത്തിലെ കല്ലേക്കാട് മേഖലയിലാണ് വൻതോതിൽ സാരി വിതരണം ചെയ്തു എന്നതിൻ്റെ ദൃശ്യങ്ങളും തെളിവുകളുമെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BJP പ്രവർത്തകർ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി സാരി വിതരണം ചെയ്യുന്നതായി കുറേ ദിവസമായി കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിന് പറ്റിയൊരു തെളിവ് ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. സാരി നൽകുന്നത് വീട്ടിനകത്ത് നിന്നായതുകൊണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴിതാ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പിലെ മത്സരം പാലക്കാട് കണ്ണാടി മേഖലയിൽ വോട്ടിന് BJP പ്രവർത്തകർ പണം നൽകിയാണെങ്കിൽ ഇപ്പോഴിതാ പിരായിരി പഞ്ചായത്തിൽ സാരി നൽകി പ്രചരണം കൊഴുപ്പിക്കുകയാണ് BJP. എന്നാൽ അതിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതോടെ അടിയന്തരമായി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് വലിയ പണി കിട്ടാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റിപ്പോർട്ട് ലഭിച്ചാലുടൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വന്ന സാരി കൊടുക്കലും ചേരുമ്പോൾ കാര്യങ്ങൾ ഏകദേശം തീരുമാനമാകും എന്നുറപ്പാണ്. ഈ രണ്ട് സംഭവവും ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാൻ സാധ്യതയേറുന്നു എന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ അതിശക്തമായ പ്രതിഷേധത്തിനാണ് കരുക്കൾ നീക്കുന്നത്. സംഭവത്തിൽ ശോഭാ സുരേന്ദ്രനെ അയോഗ്യയാക്കണമെന്ന് ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെടണം. റിപ്പോർട്ട് തേടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, നടപടി വേണം. ആ നടപടി എടുക്കുന്നതുവരെ സമരത്തെപ്പറ്റി ആലോചിക്കുന്നു എന്നുള്ളതാണ് മുന്നറിയിപ്പ് നൽകുന്നത്. പണം കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ലെന്നും പാലക്കാട്ടെ ജനങ്ങൾ BJPയെയും അവരുടെ പണവും തള്ളിക്കളയുമെന്നും ഷാഫി പറമ്പിൽ പറയുന്നു. മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞത് ഇതാണ്. പാലക്കാട് BJP പരാജയം സമ്മതിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി പ്രചരണം നടത്തിയിട്ടും BJPക്ക് പണം നൽകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് ശോഭാ സുരേന്ദ്രനെ തുറന്നു കാട്ടിയെന്നും ജനങ്ങൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ശോഭയുടെ കാര്യം കഷ്ടം തന്നെയാണ്. ഇത് BJPയിലെ വിഭാഗീയത കൊണ്ട് സംഭവിച്ചതാണോ എന്നുള്ള സംശയവും ജനിക്കുന്നു. 2-3 ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പിഷാരടിയെ റോഡിൽ വെച്ച് തടഞ്ഞതും ശോഭാ സുരേന്ദ്രനെതിരെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇതിനു പിന്നിൽ BJPക്കുള്ളിലെ ശോഭാവിരുദ്ധ ഗ്രൂപ്പുകൾ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ സംഘടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും BJP എല്ലായിടങ്ങളിലും പണവും അതുപോലെ സാരിയും വിതരണം ചെയ്യുന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരെയും മറ്റുള്ള മേഖലയെയും അറിയിക്കുന്നതും ഇതുപോലെ തന്നെ BJPയുടെ വിഭാഗീയതയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നതാണ് എന്നും വാർത്തകൾ വരികയാണ്. ഏതായാലും ഒരു സമയം BJPക്ക് വിജയസാധ്യത പ്രതീക്ഷിക്കുകയും വിജയസാധ്യത കൽപ്പിക്കുകയും ചെയ്ത പാലക്കാട് മണ്ഡലം പൂർണ്ണമായും ശോഭാ സുരേന്ദ്രനെ കൈവിടുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷേ അയോഗ്യതയിലേക്ക് വരെ ശോഭ പോകുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്.